മറ്റെല്ലാ തൊഴിൽ മേഖലയിലെയും പോലെ അതൊക്കെ മനസ്സിലാക്കി. കാരണം ഇതിന് ഇച്ചിരി യാത്ര എന്നുള്ളത് ആദ്യം പിന്നെ ഭാഷ എന്നൊക്കെ പറയുമെങ്കിൽ ലുക്സിയുമ്പോ കുറേശ്ശെ പാഷം കുറഞ്ഞു തുടങ്ങും. പ്രത്യേകിച്ച് ലോങ്ങൊക്കെ പോയി നമ്മൾ ഒരുപാട് ഫുഡും ഇതും കിട്ടാതൊക്കെ ആകുമ്പോഴത്തേക്ക് മനസ്സ് മടുക്കുമല്ലേ? അതെ അതെ, നമുക്ക് അത്യാവശ്യം ചിലപ്പോ മടുപ്പടിക്കും. പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോ ഞാൻ പോയിട്ട് എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ആദ്യത്തെ ഒരു 10 ദിവസം ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നു, അടിച്ചു പൊളിച്ചു. ഇഷ്ടമുള്ള ഫുഡ്, വെള്ളം, കിടക്കാനൊക്കെ അത്യാവശ്യം വണ്ടിയിൽ സൗകര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് പോകും തോറും നമ്മൾ കിടക്കുന്ന സ്ഥലം, നമുക്ക് ബാത്റൂം സൗകര്യം പോലും കിട്ടാതായി, കുളിക്കാൻ പറ്റാതായി, ഫുഡ് നല്ലത് കിട്ടാതായി, കൊതുകടിയുടെ ശല്യം കാണാൻ ഉറങ്ങാൻ പറ്റാതായി. അപ്പൊ മാനസികമായിട്ട് മടുപ്പ് വന്നു തുടങ്ങി ഓരോ കാര്യങ്ങൾക്കും. ദിവസങ്ങൾ ഞാൻ വിളിച്ചപ്പോഴേ പറഞ്ഞല്ലോ നമ്മളെ ട്രിപ്പിന്റെ കാര്യം പറയും. അല്ല, ഞാൻ ജസ്റ്റ് എന്റെ അനുഭവം ഞാൻ സംസാരിച്ചപ്പോഴേ പറഞ്ഞു ഇയാള് പ്രശ്നമാണ്, കുറച്ച് ഇത് ബുദ്ധിമുട്ടൊക്കെ കാണുമെന്ന് പറഞ്ഞു. അല്ല, അപ്പൊ നമ്മൾ ജോലിക്ക് വരുമ്പോഴേ അതിനെ പ്രശ്നം. അപ്പൊ നമ്മൾ ഇതിന്റെ വിഷയം നമ്മൾ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വണ്ടിയായിട്ട് പോയി. ഇവിടെ നിന്ന് ഇപ്പൊ ബീഹാറിയല്ലോ ലോഡ് കൊണ്ട് അവിടെ ചെന്നിട്ട് ചെന്നപ്പോഴത്തേന് എന്റെ അടപ്പ് തെറിച്ച്, അല്ലെങ്കിൽ എന്റെ ഇടപാട് തീർന്നു, എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് വണ്ടി അവിടെ കളഞ്ഞിട്ട് പോകുന്ന കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അറ്റ്ലീസ്റ്റ് നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചിവിടെ കൊണ്ടുപോകാനുള്ള ഒരു മനസാന്നിധ്യം കാട്ടണം. അല്ല, ഞാൻ പറഞ്ഞ ഈ ജോലിയുടെ ഒരു നേച്ചറാണ്. അപ്പൊ ഇത്തരത്തില് ഉള്ള കുറച്ച് അതേസമയം നമ്മുടെ നാട്ടിൽ വണ്ടി ഓടിച്ചാൽ അത്ര പ്രശ്നം കാണത്തില്ല. പക്ഷെ അതിന് വേറെ എന്തെങ്കിലും വിഷയം. ഇപ്പൊ ഇതിപ്പോ ഓടുമ്പോ നമ്മളിത് ഉദ്ദേശിക്കുന്നത്, നമ്മളിതിപ്പോ ഒന്ന് ഓടാൻ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഒന്നാമത്തെ എക്സ്പീരിയൻസ്. ഈ പറഞ്ഞ പോലെ വിദേശത്തോടൊക്കെ ഒരു ജോലിക്ക് ഞാൻ എന്റെ പേഴ്സണൽ കാര്യം പറയുക, ഇവിടെ പലരും അങ്ങനെ ഒന്ന് ഓടുന്നവരുണ്ട്. നമുക്കൊരു ഈ മേഖല ഒരു എക്സ്പീരിയൻസ് കിട്ടണം, അതിനുവേണ്ടി ഒന്ന് ഓടുന്നവരുണ്ട്. പിന്നുള്ളതെന്ന് പറഞ്ഞാല് പേയ്മെന്റ്. ഒരു നാട്ടിലെക്കാളും കൂടുതൽ പേയ്മെന്റ് കിട്ടുന്ന വെച്ചാൽ ഈ നിലവിലെ സാഹചര്യത്തിൽ നാട്ടിലെ ഒരു സീസൺ വെച്ചിട്ട് ഇപ്പൊ ഓട്ടം കുറവാണ് എന്റെ അറിവില്. കൂടുതൽ നമ്മുടെ എന്റേതായിട്ടുള്ള ഒരു അറിവ് വെച്ച് ഞാൻ പറയുക, നാട്ടിൽ കൂടുതലും നമ്മുടെ ആൾക്കാരെല്ലാം ഓടുന്നത് ടിപ്പർ മേഖലയാണ്, കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ് കൂടുതലും വണ്ടി ഓടിക്കുന്നത്. പിന്നുള്ളത് പാസഞ്ചർ ബസ് അങ്ങനത്തെ മേഖലയിലാണ്. ഞാൻ ടിപ്പർ ഓടിച്ചിട്ടുള്ള അനുഭവം പറയാം. ടിപ്പറിന് ഓട്ടം കുറെ സമയത്ത് ഡ്രൈവർമാരെന്തെങ്കിലും ബസ്സിൽ പോകാൻ വിടവിന് പോകാൻ നോക്കും. ആ സമയത്ത് ഒരു കാരണവശാലും ബസ് ഓടിക്കൊണ്ട് ഡ്രൈവർമാർ ഇറങ്ങത്തില്ല. അപ്പൊ നമ്മൾ വീട്ടിൽ പല സമയത്താണ് വീട്ടിലിരിക്കേണ്ടി വരും. ഇതൊക്കെ സീസൺ വർക്ക് അല്ലേ. അപ്പൊ അങ്ങനെ കുറെ പേര് വന്ന് ഓടുന്നുണ്ട്. സീസൺ കഴിഞ്ഞാലും പോലെ ഓടാൻ വേണ്ടി വന്ന് ഓടുന്നവരുണ്ട്. ഇപ്പൊ നമ്മളാണ് സ്ഥിരമായിട്ട് ഇത് ഒരു ജീവിതകാലം മുഴുവൻ ചെയ്യാൻ ഒരു പ്ലാനിലൊന്നും വന്ന് കൂടുന്ന ആൾക്കാരല്ല. ഒരു എക്സ്പീരിയൻസിന് വേണ്ടി ഈ പറഞ്ഞ വാഹനങ്ങളിൽ കാര്യങ്ങൾക്ക് വേണ്ടി ഒക്കെ. അതുപോലെ എനിക്ക് അത്യാവശ്യം നോർത്ത് കുറെ സ്ഥലങ്ങളൊക്കെ പോയി കാണാൻ നേരത്തെ ആഗ്രഹമുണ്ടാവും മനസ്സിലായി. അതാ, പക്ഷെ ഇതൊന്നും ഞാൻ പ്ലാൻ ചെയ്ത് വന്ന് ഈ വണ്ടി വന്ന് കയറി ഓടിയതല്ല. വന്ന് എനിക്ക് അതെല്ലാം പോയി കാണാനൊക്കെ പറ്റും ആ സ്ഥലങ്ങളൊക്കെ. അത് അങ്ങനെ കുറെ ഗുണങ്ങളുണ്ടായി.